നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരേ ഒരു ടീം മാത്രമാണ് പുറത്തായി എന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. ഖത്തർ പുറത്തായി. അതേസമയം ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് പിടിച്ചിരിക്കുന്നു. ആതിഥേയരായിട്ടുള്ള കാനഡ രണ്ടാം സ്ഥാനം, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന അവസാന റൗണ്ടിൽ വിജയിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്തുണ്ട്. അവർക്ക് മികച്ച 8 മൂന്നാം സ്ഥാനക്കാരുടെ ഇടയിൽ ഇടം കിട്ടും. അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ 98% സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ പുറത്തായി എന്ന് ഉറപ്പുള്ളത് ഖത്തർ മാത്രമാണ്. 2 മത്സരങ്ങൾ, രണ്ടും ഒരുമിച്ച് നടന്ന മത്സരങ്ങൾ. സ്വിറ്റ്സർലൻഡ് കാനഡയെ 2-1 പരാജയപ്പെടുത്തി. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഖത്തറിനെ 3-1 പരാജയപ്പെടുത്തി. കാനഡ വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു പ്രകടനം മൻസംബിയുടേത്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇരട്ട ഗോളുകൾ നേടിയ ആളാണ്. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു, ഗോളും നേടുകയുണ്ടായി. ഏതായാലും 2-1 വിജയം. ബർഗാസാണ് സ്വിറ്റ്സർലൻഡിൻ്റെ മറ്റൊരു ഗോൾ നേടിയത്. മറുഭാഗത്ത് 76-ാമത്തെ മിനിറ്റിൽ ഡേവിഡ് ഒരു ഗോള് കാനഡയ്ക്കായിട്ട് മടക്കിയടിച്ചു. ഏതായാലും സ്വിറ്റ്സർലൻഡ് വിജയത്തോടുകൂടി ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം ഉറപ്പാക്കുകയായിരുന്നു. അതേസമയം ഖത്തറിനെ മികച്ച രൂപത്തിൽ തന്നെ പരാജയപ്പെടുത്തി ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. 3-1 വിജയമാണ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഖത്തറിന് മേൽ നേടിയിരിക്കുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി ബോസ്നിയക്കും 4 പോയിൻ്റായി. അതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സ്വിറ്റ്സർലൻഡ് 3 കളി 7 പോയിൻ്റ്, 1-ാം സ്ഥാനവും കൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് നോക്കൗട്ട് റൗണ്ടിലേക്ക് കടന്നു. കാനഡ 3 കളി 1 വിജയം, 1 സമനില, 1 തോൽവി, 4 പോയിൻ്റോടെ അവർ 2-ാം സ്ഥാനം. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനക്കും 3 കളി 1 വിജയം, 1 തോൽവി, 1 സമനില, 4 പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഗോൾ ഡിഫറൻസ് കാനഡയുടേത് 5-ഉം ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുടേത് -1-ഉമാണ്. സോ സ്വിറ്റ്സർലൻഡും കാനഡയും നേരെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്നു. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മറ്റ് ഗ്രൂപ്പിലെ മത്സരങ്ങൾ തീർന്നിട്ട് 3-ാം സ്ഥാനവും കൊണ്ട് കടക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു. ഖത്തർ 3 കളി ഒരേ 1 പോയിൻ്റ് പൊട്ടി പുറത്തായിരിക്കുന്നു. ഖത്തർ 3 കളികളിൽ നിന്ന് 1 സമനില, 2 തോൽവി, ഒരേ 1 പോയിൻ്റ്. അതായത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം 2 ഗോളാണ് അവർ ആകെ അടിച്ചത്. തിരികെ വാങ്ങിയത് 10 ഗോളുകൾ. -8 അവരുടെ ഗോൾ ഡിഫറൻസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.